Hi dear students, welcome back to Alex E Academy. ഈ ഒരു ലെക്ചറിൽ CET 309 കൺസ്ട്രക്ഷൻ ടെക്നോളജി ആൻഡ് മാനേജ്മെൻറ്റിലെ തേർഡ് മൊഡ്യൂളിലെ തേർഡ് ലെക്ചറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ കൺസെപ്റ്റ് ഓഫ് പ്രീസ്ട്രസ്ഡ് കോൺക്രീറ്റ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ മൊഡ്യൂൾ 3ൽ സോഫാർ സ്കഫോൾഡിങ് കംപ്ലീറ്റ് ചെയ്തായിരുന്നു, അതുപോലെ ബിൽഡിംഗ് ഫെയിലിയർ ജനറൽ റീസൺസ് കംപ്ലീറ്റ് ചെയ്തായിരുന്നു. ഇപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ കൺസെപ്റ്റ് ഓഫ് പ്രീസ്ട്രസിങ്, ഫണ്ടമെൻ്റൽ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് പ്രീ ടെൻഷൻ ആൻഡ് പോസ്റ്റ് ടെൻഷൻ കൺസ്ട്രക്ഷൻ, ഈ ഒരു ടോപ്പിക്സാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോൾ പ്രീസ്ട്രസ്ഡ് കൺസ്ട്രക്ഷൻ. Prestressed concrete is structural concrete in which internal stresses have been induced to reduce the potential tensile stress in the concrete resulting from the loads. അപ്പോൾ പ്രീസ്ട്രസ്ഡ് കോൺക്രീറ്റ് എന്ന് പറഞ്ഞാൽ ഇത് സാധാരണ പോലെ ഒരു സ്ട്രക്ചറൽ കോൺക്രീറ്റ് ആണ്. പക്ഷേ ഇതിൻ്റെ അകത്തൊരു പ്രത്യേകത, ഇതിൻ്റെ അകത്ത് ഇൻറ്റേർണൽ സ്ട്രെസ്സസ് നമ്മൾ ഇൻഡ്യൂസ് ചെയ്യും. അതായത് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന കോൺക്രീറ്റിൻ്റെ അകത്ത് ഒരു ഇൻറ്റേർണൽ സ്ട്രെസ്സ്, നമ്മൾ എക്സ്റ്റേണൽ ലോഡ് കൊടുക്കുന്നതിന് മുമ്പേ അതിൻ്റെ അകത്ത് ടെൻഡൻസ് കമ്പിയിൽ നമ്മൾ ഇൻറ്റേർണൽ സ്ട്രെസ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ അങ്ങനെ ഇൻറ്റേർണൽ സ്ട്രെസ്സ് റെഡ്യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ എക്സ്റ്റേണൽ ലോഡ് കൊണ്ടുള്ള ടെൻസൈൽ സ്ട്രെസ്സ് റെഡ്യൂസ് ചെയ്യാനും കുറച്ചുകൂടി ലോഡ് ക്യാരിങ് കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യാനും നമുക്ക് പറ്റും. This introduction of internal stress is called prestressing and is usually accomplished through the use of tendons that are the tensioned or pulled tight prior to being anchored to the concrete. അപ്പോൾ ഈ രീതിയിൽ ഒരു ഇൻറ്റേർണൽ സ്ട്രെസ് കോൺക്രീറ്റിൻ്റെ അത് ഇൻഡ്യൂസ് ചെയ്യുന്നതിന് ആ പ്രോസസ്സിനെയാണ് നമ്മൾ പ്രീസ്ട്രസിങ് എന്ന് പറയുന്നത്. ഇനി ഈ പ്രീസ്ട്രസിങ് നമ്മൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ടെൻഡൻസ് ആണ്. ടെൻഡൻസ് എന്ന് വെച്ചാൽ നമ്മൾ RCC സ്ട്രക്ചറിൽ കമ്പിക്ക് പകരം നമ്മൾ പ്രീസ്ട്രസ്ഡ് കോൺക്രീറ്റിൽ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ കോൺക്രീറ്റിൻ്റെ അകത്ത് പ്രൊവൈഡ് ചെയ്യുന്ന ടെൻഡൻസ് സെറ്റ് ഓഫ് കേബിൾസ് എന്ന് പറയാം. അതിനെ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈറ്റ് ചെയ്യും. കോൺക്രീറ്റ് സ്ട്രെങ്ത് ഒക്കെ അറ്റൈൻ ചെയ്ത് കഴിയുമ്പോൾ കോൺക്രീറ്റിൻ്റെ അകത്ത് നമ്മൾ ഈ കമ്പി അല്ലെങ്കിൽ വയറിനെ ടൈറ്റ് ചെയ്ത് പുള്ള് ചെയ്ത് പിടിക്കും. ആ രീതിയിലാണ് നമ്മൾ കോൺക്രീറ്റിൻ്റെ അകത്ത് പ്രീസ്ട്രസിങ് ഇൻഡ്യൂസ് ചെയ്യുന്നത്. The initial load or pre-stress is applied to the structure to counter the stresses arise during the service load. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ഒരു ഇനീഷ്യൽ ലോഡ് അല്ലെങ്കിൽ ഇനീഷ്യൽ പ്രീസ്ട്രസ് നമ്മൾ ആ ഒരു കോൺക്രീറ്റ് സ്ട്രക്ചറിലേക്ക് ആദ്യമേ നമ്മൾ ഇൻഡ്യൂസ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഇൻഡ്യൂസ് ചെയ്യുന്ന സ്ട്രെസ്സ് എന്ത് ചെയ്യും, സർവീസ് ലോഡ് വരുന്ന സമയത്ത്, എക്സ്റ്റേണൽ ലോഡ് വരുന്ന സമയത്ത് അതുകൊണ്ടുണ്ടാകുന്ന സ്ട്രെസ്സിനെ കൗണ്ടറാക്ട് ചെയ്ത് കളയും. In prestressed concrete, internal stresses are induced in a planned manner to counter the stress resulting from superimposed load to the design strength. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ പ്രീസ്ട്രസ് കോൺക്രീറ്റിൻ്റെ അകത്ത് ഇൻറ്റേർണൽ സ്ട്രെസ് ഇൻഡ്യൂസ് ചെയ്യുന്നത് പ്ലാൻഡ് മാനറിലാണ്. അതായത് എത്രത്തോളം ലോഡ്സ് ആണോ നമുക്ക് ക്യാരി ചെയ്യാനുള്ളത് അതിനനുസരിച്ചിട്ടാണ് നമ്മൾ അതിൻ്റെ അകത്തുള്ള ടെൻഡൻസ് സ്ട്രെസ് ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് ലോഡ് ക്യാരിയിങ് കപ്പാസിറ്റിയാണ് വേണ്ടതെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് ടെൻഡൻസിനെ കൂടുതൽ ഇനീഷ്യൽ സ്ട്രെസ് പ്രീസ്ട്രസിങ് ചെയ്യാം. A prestressed concrete structure is different from a simply reinforced concrete structure due to the application of initial load on the structure before it is used. അപ്പോൾ സാധാരണ ഒരു RCC കമ്പി ഉപയോഗിച്ചിട്ടുള്ള RCC സ്ട്രക്ചറിനെക്കാളും പ്രീസ്ട്രസ് കോൺക്രീറ്റിനൊരു ഡിഫറൻസ് എന്ന് വെച്ചാൽ ഈ പ്രീസ്ട്രസ് കോൺക്രീറ്റിൽ നമ്മൾ ഒരു ഇനീഷ്യൽ ലോഡ് സ്ട്രക്ചറിൻ്റെ അതൊരു ഇനീഷ്യൽ ലോഡ് അല്ലെങ്കിൽ ഇനീഷ്യൽ സ്ട്രെസ്സ് ആദ്യമേ നമ്മൾ അപ്ലൈ ചെയ്യും. എക്സ്റ്റേണൽ ലോഡ് വരുന്നതിന് മുമ്പേ നമ്മൾ അപ്ലൈ ചെയ്യും. അതാണ് അതിൻ്റെ അകത്തുള്ള മേജർ ഡിഫറൻസ് ആയിട്ട് വരുന്നത്. Prestressed concrete components are similar to normal concrete, but it has high strength concrete, high tensile steel. അപ്പോൾ നോർമൽ ഒരു RCC സ്ട്രക്ചറും പ്രീസ്ട്രസ്ഡ് കോൺക്രീറ്റ് കമ്പോണൻസും തമ്മിൽ ഓൾമോസ്റ്റ് പല കാര്യങ്ങളും സിമിലർ ആണ്. എക്സെപ്റ്റ് പ്രീസ്ട്രസ്ഡ് കോൺക്രീറ്റിൽ നമ്മൾ ഹൈ സ്ട്രെങ്ത് കോൺക്രീറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നോർമൽ കോൺക്രീറ്റ് നമ്മൾ M30 M40 ഒക്കെയാണ് ഡിസൈൻ ചെയ്യുന്നതെങ്കിൽ പ്രീസ്ട്രസ് കോൺക്രീറ്റ് ചെയ്യുമ്പോൾ M50 M60 പോലത്തെ ഹൈ ഗ്രേഡാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. അതുപോലെ അതിനകത്ത് ഉപയോഗിക്കുന്ന വയേഴ്സ് എന്ന് പറഞ്ഞാൽ ഹൈ ടെൻസൈൽ സ്റ്റീലാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, നമ്മൾ DCSലൊക്കെ പഠിച്ചിട്ടുണ്ട് FE 500 ഗ്രേഡ് സ്റ്റീലൊക്കെയാണ് RCC സ്ട്രക്ചറിൽ യൂസ് ചെയ്യുന്നത്. ഇവിടെ 2000 Nm/mm² ഹൈ സ്ട്രെങ്ത് ടെൻസൈൽ സ്ട്രെങ്ത് ഉള്ള വയേഴ്സാണ് നമ്മൾ പ്രീസ്ട്രസിങ്ങിന് ഉപയോഗിക്കുന്നത്. The high-grade concrete is used in prestressed concrete because the reinforcement imposes large pressure force for the member, causing high stresses at the ends to be developed by anchoring equipment. The stress generated at the end of the beam can only be resisted by high-strength concrete. അപ്പോൾ എന്തുകൊണ്ടാണ് ഹൈ സ്ട്രെങ്ത് കോൺക്രീറ്റ് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മളൊരു കോൺക്രീറ്റ് ബീം കാസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ അകത്തൊരു വയർ പ്രൊവൈഡ് ചെയ്യും. ഈ വയറിന് നമ്മൾ സ്ട്രെസ് ചെയ്യുവാണ്. അങ്ങനെയാണ് നമ്മൾ ഈ കോൺക്രീറ്റിൻ്റെ അകത്ത് പ്രീസ്ട്രസിങ് ഫോഴ്സ് ഇൻഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ഇവിടെ കൊടുക്കുന്ന സ്ട്രെസ് എന്ന് വെച്ചാൽ ഹെവിയാണ്. ഒരു 2000 Nm/mm² ഉള്ള സ്ട്രെസ്സൊക്കെ ആയിരിക്കും നമ്മൾ ഈ കോൺക്രീറ്റിൻ്റെ അകത്തേക്ക് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ഹൈ സ്ട്രെസ്സ് നമ്മൾ ഈ കോൺക്രീറ്റിൻ്റെ അകത്ത് ഇൻഡ്യൂസ് ചെയ്തിട്ട് ഈ വയറിനെ നമ്മൾ ഇതിൻ്റെ രണ്ടറ്റത്തും ആങ്കർ ചെയ്താണ് വെച്ചേക്കുന്നത്.
അപ്പോൾ ആക്ച്വലി എന്താ സംഭവിക്കുന്നത്, ഈ കോൺക്രീറ്റിൻ്റെ അത് നല്ല രീതിയിലൊരു സ്ട്രെസ്സ് ആ വയർ കൊണ്ട് തന്നെ ഇൻഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന സ്ട്രെസ്സിനെ റെസിസ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അവിടെ ഉപയോഗിക്കുന്ന കോൺക്രീറ്റിൻ്റെ ഗ്രേഡും ഹയർ ആയിരിക്കണം. ഓക്കെ, ഡ്യൂ ടു ഹൈ സ്ട്രെങ്ത് കോൺക്രീറ്റ് ദ ക്രോസ് സെക്ഷണൽ ഏരിയ റിക്വയർഡ് ഫോർ ദ മെമ്പർ വിൽ ഡിക്രീസ്, റെഡ്യൂസിങ് ദ ഡെഡ് ലോഡ് ഓഫ് ദ മെമ്പർ. അപ്പോൾ അതേപോലെ ഹൈ സ്ട്രെങ്ത് കോൺക്രീറ്റ് ഉപയോഗിക്കുന്നതുകൊണ്ട് നമ്മൾ നോർമൽ കോൺക്രീറ്റിൽ വലിയൊരു സൈസിലൊരു കോൺക്രീറ്റ് മെമ്പർ പണിയുന്നതിന് പകരം പ്രീസ്ട്രെസ് കോൺക്രീറ്റിൽ വളരെ തിന്നായിട്ടുള്ള കട്ടി കുറഞ്ഞ ഒരു കോൺക്രീറ്റ് മെമ്പർ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ നോർമൽ RCC സ്ട്രക്ചറിൽ ഉണ്ടാകുന്ന ഡെഡ് ലോഡിനേക്കാളും വളരെ കുറവായിരിക്കും പ്രീസ്ട്രെസ്ഡ് കോൺക്രീറ്റിൽ ഉണ്ടാകുന്നത്. ഇനി എന്തുകൊണ്ടാണ് ഇവിടെ ഹൈ ടെൻസൈൽ വയർ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ, നമ്മൾ പറഞ്ഞു പ്രീസ്ട്രെസ്സിങ് ഇൻഡ്യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ ആ വയറിനെ സ്ട്രെസ് ചെയ്യണം. അതായത് ഞാൻ പറഞ്ഞു 2000 Nm/mm² ഉള്ള സ്ട്രെസ്സൊക്കെയാണ് നമ്മൾ ആ വയറിലേക്ക് ഇൻഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ Fe500 സ്റ്റീൽ ഉപയോഗിക്കുകയാണെങ്കിൽ അത് മാക്സിമം 500 Nm/mm² നമുക്ക് സ്ട്രെച്ച് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഹൈ ടെൻസൈൽ വയേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ അതിനെ ഒരുപാട് നമുക്ക് ടെൻസൈൽ ഫോഴ്സ് ഇൻഡ്യൂസ് ചെയ്ത് പ്രീസ്ട്രെസ്സിങ് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതതിൻ്റെ ഒരു എക്സാമ്പിളാണ്. ഇപ്പോൾ ഈ ഒരു ഷേപ്പ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവുമെന്നറിയില്ല. നമ്മുടെ റെയിൽവേ പാളത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന സ്ലീപ്പറുണ്ട്. അതായത് നമ്മുടെ റെയിൽവേ ട്രാക്കിൻ്റെ തൊട്ട് താഴെ ഇങ്ങനെ ഒരു കോൺക്രീറ്റ് പീസ് കാണാം. അതിനാണ് റെയിൽവേ സ്ലീപ്പർ എന്ന് പറയുന്നത്. ഈ റെയിൽവേ സ്ലീപ്പറാണ് ഈ കാണുന്ന ഓരോ മെമ്പറും. ഈ റെയിൽവേ സ്ലീപ്പറെല്ലാം നമ്മളിതുപോലെ സ്ട്രെസ് ചെയ്തിട്ടാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഈ കോൺക്രീറ്റ് ഇതൊരു സ്ലീപ്പറാണ്. ഇതിൻ്റെ അകത്തുകൂടി നമ്മൾ കുറേ കമ്പി വെച്ചിട്ടുണ്ട്. ഈ കമ്പിയെ നമ്മൾ വലിച്ച് സ്ട്രെസ് അപ്ലൈ ചെയ്ത് ഒരറ്റത്ത് ആങ്കർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഈ കോൺക്രീറ്റ് ഇതിനകത്ത് കാസ്റ്റ് ചെയ്യും. കോൺക്രീറ്റ് ഫുൾ സ്ട്രെങ്ത് അറ്റൈൻ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഈ കമ്പിയെ റിലീസ് ചെയ്യും. ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ഈ കമ്പിക്ക് അകത്തേക്ക് വലിയാനുള്ളൊരു ടെൻഡൻസി വരും. അതിനെയാണ് പ്രീസ്ട്രെസ്സിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കൺസെപ്റ്റ് മനസ്സിലാക്കാനായിട്ട് വളരെ എളുപ്പത്തിന് നിങ്ങളുടെ കയ്യിൽ ഒരു റബ്ബർ ബാൻഡ് നല്ല രീതിയിൽ സ്ട്രെച്ച് ചെയ്ത് പിടിക്കുക. ഒരാളെ കൊണ്ട് റബ്ബർ ബാൻഡ് നല്ല രീതിയിൽ സ്ട്രെച്ച് ചെയ്ത് പിടിക്കുക. ഈ സ്ട്രെച്ച് ചെയ്ത റബ്ബർ ബാൻഡിൽ നിങ്ങളുടെ ഫിംഗേഴ്സ് ക്രോസ് ചെയ്യുക. എന്നിട്ട് ഈ റബ്ബർ ബാൻഡിനെ വിട്ട് കളഞ്ഞാൽ എന്ത് സംഭവിക്കും, നമ്മുടെ കയ്യിൽ രണ്ടറ്റത്തേക്കും ആ റബ്ബർ ബാൻഡ് ഒരു സ്ട്രെസ് ഇൻഡ്യൂസ് ചെയ്യുന്നത് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ഇത് തന്നെയാണ് സിമ്പിളായിട്ട് പ്രീസ്ട്രെസ്സിങ് എന്ന് പറയുന്നത്. അടുത്ത പ്രീസ്ട്രെസ് കോൺക്രീറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു മെക്കാനിസമാണ്. ഇതാണ് പ്രീ ടെൻഷൻ സിസ്റ്റം. അതായത് നമുക്കിതുപോലെ ഒരു മോൾഡ് ഉണ്ടാവും. എവിടെയാണോ നമുക്ക് കോൺക്രീറ്റ് കാസ്റ്റ് ചെയ്യാനുള്ള ഇതുപോലത്തെ ഒരു മോൾഡ് ഉണ്ടാവും. ഓക്കെ, അതിൻ്റെ മുകളിൽ നമുക്കിതാ ഈ ഷേപ്പിൽ ഒരു ബീമാണ് കാസ്റ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്കിതുപോലെ ഒരു ബീം അതിൻ്റെ ഒരു ഷേപ്പിൽ ഡിസൈൻ ചെയ്യാം. ഈ ബീം ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഇതിൻ്റെ അകത്തുകൂടി ഒരു വയർ നമ്മളിതുപോലെ കടത്തിവിടും. ഈ വയറിനെ നമ്മുടെ ഈ മോൾഡിൻ്റെ ഒരറ്റത്ത് നമ്മൾ ആങ്കർ ചെയ്ത് നിർത്തും. ഇതിനെയാണ് ടെൻഡൻ ആങ്കറേജ് എന്ന് പറയുന്നത്, കെട്ടി നിർത്തുക എന്ന് പറയും. ഇനി അടുത്ത അറ്റത്ത് ഒരു ജാക്കാണ്, ഹൈഡ്രോളിക് ജാക്ക്. ഈ ജാക്ക് നമ്മൾ കറക്കുന്നതനുസരിച്ച് ഈ വയർ സ്ട്രെച്ച് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ എത്രത്തോളമാണോ നമുക്ക് ടെൻഷൻ ചെയ്യേണ്ടത് അത് ഈ ജാക്കിൻ്റെ അകത്ത് ഒരു ഡയൽ ഗേജ് കാണിക്കും. നമ്മൾ വൈൻഡ് ചെയ്യുന്നതനുസരിച്ച് എത്ര ടെൻഷൻ ആയെന്ന് മനസ്സിലാവും. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ കമ്പിനെ നല്ല ടെൻഷൻ ചെയ്ത് നിർത്തിയിട്ട് അതിൻ്റെ അകത്താണ് ഈ ബീമിനെ കാസ്റ്റ് ചെയ്യുന്നത്. കോൺക്രീറ്റ് ബീം നമുക്കറിയാം 28 ദിവസം കഴിയുമ്പോൾ അത് ഫുൾ സ്ട്രെങ്ത് അറ്റൈൻ ചെയ്യും. അങ്ങനെ അറ്റൈൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഈ വയറിനെ ഈ രണ്ടറ്റത്തുനിന്നും പൊട്ടിച്ചുവിടുമ്പോൾ എന്ത് സംഭവിക്കും, ഈ വയർ ഈ ഒരു കോൺക്രീറ്റിലേക്ക് ഒരു സ്ട്രെസ് ഇൻഡ്യൂസ് ചെയ്യും. അതിനെയാണ് പ്രീ സ്ട്രെസ്സിങ് എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ അകത്ത് ഉപയോഗിക്കുന്ന ഈ ഒരു കമ്പി അല്ലെങ്കിൽ വയറിനെയാണ് നമ്മൾ ടെൻഡൻ എന്ന് പറയുന്നത്. സ്പെല്ലിംഗ് ഇതാണ് TENDONS, ടെൻഡൻ. ഇതതിൻ്റെ ഒരു സിമ്പിൾ മെക്കാനിസമാണ്. അതായത് നോർമൽ ഒരു RCC സ്ട്രക്ചർ ആണെങ്കിൽ അതിൻ്റെ അകത്ത് എക്സ്റ്റേണൽ ലോഡ് വരുമ്പോൾ അത് ഈ രീതിയിൽ സാഗിങ് മൊമെൻ്റ് ഉണ്ടാവും. ക്രാക്ക് താഴെ നിന്ന് മുകളിലേക്ക് ഡെവലപ്പ് ചെയ്ത് ഒരു ബെൻഡിങ് പർട്ടിക്കുലർ പോർഷൻ കഴിയുമ്പോൾ അത് ക്രാക്ക് ഉണ്ടാവും. ക്രാക്ക്ഡ് വിത്ത് ഡിഫ്ലക്ഷൻ അണ്ടർ ഡെഡ് ലോഡ് ആൻഡ് ഫുൾ സർവീസ് ലോഡ്. ഇനി ഒരു പ്രീസ്ട്രെസ്ഡ് കോൺക്രീറ്റ് ആണെങ്കിൽ അതിൻ്റെ നോർമൽ കണ്ടീഷനിൽ എക്സ്റ്റേണൽ ലോഡ് കൊടുക്കുന്നതിന് മുമ്പ് അത് ഈ രീതിയിലായിരിക്കും ഇരിക്കുന്നത്. അതിന് കാരണം നമ്മൾ കോൺക്രീറ്റ് കാസ്റ്റ് ചെയ്ത് വെച്ചിട്ട് ഇതിൻ്റെ അകത്തുള്ള കയറിനെ അല്ലെങ്കിൽ കമ്പിയെ നമ്മൾ സ്ട്രെസ് ചെയ്യുന്നുണ്ട്. ഇതിങ്ങനെ സ്ട്രെസ് ചെയ്യുമ്പോൾ ഈ കോൺക്രീറ്റ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഡിഫ്ലക്റ്റ് ചെയ്യും, ഒരു ഹോഗിങ് ഡയറക്ഷനിൽ ഡിഫ്ലക്റ്റ് ചെയ്യും. ഇതാണ് അതിൻ്റെ അകത്തുള്ള കമ്പി. ബട്ട് ഡെഡ് ലോഡ് നോർമൽ ലോഡൊന്നും അപ്ലൈ ചെയ്യില്ലെങ്കിൽ ഇതായിരിക്കും അതിൻ്റെ ഇനീഷ്യൽ സെറ്റപ്പ്. ഈ രീതിയിലായിരിക്കും അതിനെ സ്ട്രെസ് ചെയ്ത് വെച്ചേക്കുന്നത്. ഇനി എക്സ്റ്റേണൽ ലോഡ് എവിടെ നിന്നാണ്, മുകളിൽ നിന്ന് വരും. എക്സ്റ്റേണൽ ലോഡ് ഈ ബെൻഡ് ചെയ്തിരിക്കുന്ന ഒരു കോൺക്രീറ്റ് മെമ്പറിലേക്ക് വന്നാൽ അതിന് സംഭവിക്കും, അത് ആദ്യം സ്റ്റേബിൾ കണ്ടീഷനിലേക്ക് മാറും അല്ലേ. അപ്പോൾ ഫുൾ ഡെഡ് ലോഡ് പ്ലസ് സർവീസ് ലോഡിൽ പ്രീ സ്ട്രെസ് ഈ രീതിയിലായിരിക്കും ആക്ട് ചെയ്യുന്നത്. നേരെ കുറച്ച് RCC മെമ്പർ ഈ രീതിയിലായിരിക്കും ആക്ട് ചെയ്യുന്നത്. ഇനി അതിൻ്റെ കുറച്ച് സാമ്പിൾ ഫിഗറാണ്. ഒരു സ്ട്രെസ് ഇല്ലാത്തൊരു ബീം നോർമൽ കണ്ടീഷനിൽ ഈ രീതിയിൽ ഇരിക്കും, അൺസ്ട്രെസ്ഡ് ബീം. ഇനി നോർമൽ ബീമിൽ നമ്മളൊരു ലോഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇതുപോലെ താഴത്തേക്ക് ബെൻഡ് ചെയ്യും.
ഇതാണ് ഒരു നോർമൽ ബീമിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. ഇനി പ്രീസ്ട്രസ്ഡ് കോൺക്രീറ്റ് എന്ന് പറയുമ്പോൾ ഇതാണ് ബീം. ഇതിൻ്റെ അകത്തൊരു വയറുണ്ടാവും. ഇതിനെ നമ്മൾ ടെൻഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, രണ്ടറ്റത്തും വലിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ പ്രീസ്ട്രസ്സിങ് കഴിയുമ്പോൾ ആ ഒരു ബീം ഈ രീതിയിലായിരിക്കും ആക്ട് ചെയ്യുന്നത്. ഇതിൻ്റെ അകത്തേക്ക് ഒരു സ്ട്രെസ്സ് നമ്മൾ ഇൻഡ്യൂസ് ചെയ്ത് കിടപ്പുണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഒരു സ്ട്രെസ്സ് ഉള്ളത് കൊണ്ട് തന്നെ നോർമൽ കണ്ടീഷനിൽ ഈ ബീം ഇത് മുകളിലേക്ക് ഡിഫ്ലക്റ്റ് ചെയ്യാമെന്നുള്ള ടെൻഡൻസിയിലായിരിക്കും ഇരിക്കുന്നത്. ഇതാണ് പ്രീസ്ട്രസ് ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ കൂടെ നമ്മൾ എക്സ്റ്റേണൽ ലോഡ്, സർവീസ് ലോഡ് കൊടുത്തു കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ഈ മുകളിലേക്ക് തള്ളിയിരിക്കുന്ന ബീം അതിൻ്റെ നോർമൽ കണ്ടീഷനിൽ ഫ്രീ ആയിട്ട്, സ്ട്രെസ് ഫ്രീ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ആ രീതിയിലാണ് ഈ ഒരു പ്രീസ്ട്രസ്സിങ്ങിൻ്റെ കൺസെപ്റ്റ് വരുന്നത്. ഇനി അടുത്ത എലമെൻറ്റ്സ് ഇൻ പ്രീസ്ട്രസ്സിങ്. ഈ പ്രീസ്ട്രസ്സിങ് പഠിക്കുമ്പോൾ നമുക്ക് ഇതിനകത്ത് കുറച്ച് എലമെൻറ്റ്സ് പഠിക്കാനുണ്ട്. ഫസ്റ്റ് വൺ ടെൻഡൻ. A stretched element used in concrete member of structure to impart pre-stress to the concrete. അപ്പോൾ പ്രീസ്ട്രസ് കോൺക്രീറ്റിൽ നമ്മൾ ആ സ്ട്രെസ് ഇൻഡ്യൂസ് ചെയ്യാൻ വേണ്ടി സ്ട്രെച്ച് ചെയ്യുന്ന എലമെൻറ്റിനെയാണ് നമ്മൾ ടെൻഡൻ എന്ന് പറയുന്നത്. ഇനി അടുത്ത കേബിൾ. എ ഗ്രൂപ്പ് ഓഫ് ടെൻഡൻ ഫോം എ പ്രീസ്ട്രസിങ് കേബിൾ. അപ്പോൾ ഒരുപാട് ടെൻഡൻസ് കൂടിയിട്ട് കമ്പൈൻ ചെയ്തിട്ടുള്ളതിനാണ് നമ്മൾ ഒരു കേബിൾ എന്ന് പറയുന്നത്. അടുത്തത് ബാർ. എ ടെൻഡൻ ക്യാൻ ബി made up of a single steel bar. The diameter of the bar is much larger than that of wire. അപ്പോൾ ഈ കേബിൾസ് ഉപയോഗിക്കുന്നതിന് പകരം നമുക്ക് വേണമെങ്കിൽ ഒരു സിംഗിൾ ബാർ ഉപയോഗിച്ചിട്ടും പ്രീസ്ട്രസ്സിങ് ചെയ്യാം. അതിനെയാണ് ബാർസ് എന്ന് പറയുന്നത്. അടുത്ത ആങ്കറേജ്. എ ഡിവൈസ് ജനറലി യൂസ് ടു എനബിൾ ദ ടെൻഡൻ ടു ഇമ്പാർട്ട് ആൻഡ് മെയിൻറ്റെയിൻ പ്രീസ്ട്രസ് ഇൻ കോൺക്രീറ്റ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞു കോൺക്രീറ്റിൻ്റെ അകത്ത് നമ്മൾ ഈ കമ്പി വലിച്ചു വെച്ചിട്ടുണ്ട് അല്ലേ. ഈ കമ്പിയെ നമ്മൾ രണ്ടറ്റത്തും കെട്ടി നിർത്തണം, ടാഗ് ചെയ്ത് നിർത്തണം. ആ കെട്ടി നിർത്തുന്ന ആ ഒരു ഡിവൈസിനെയാണ് ആങ്കറേജ് എന്ന് പറയുന്നത്. ഇതൊക്കെയാണ് അതിൻ്റെ ഒരു എക്സാമ്പിൾ. ഇതുപോലെ ഒരുപാട് ടെൻഡൻസിനെ ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്തിട്ടുള്ളതിനെ കേബിൾ എന്ന് പറയാം. ഇതാണ് നമ്മുടെ റീഇൻഫോഴ്സിങ് ബാർ എന്ന് പറയുന്നത്. അടുത്ത ആങ്കറേജ്. ഇതുപോലെ നമ്മൾ കോൺക്രീറ്റിൻ്റെ അകത്തുകൂടി വരുന്ന കമ്പികളെ, കോൺക്രീറ്റ് ഇത്രയേ ഉള്ളൂ, അതിനുശേഷം ഇതുപോലത്തെ ഒരു ഡിവൈസ് വെച്ച് ആങ്കർ ചെയ്തിട്ട് ഇതിൻ്റെ അകത്ത് എന്താണ് നട്ടും ബോൾട്ടൊക്കെ ഇട്ട് ടൈറ്റ് ചെയ്ത് വെക്കും. അല്ലെങ്കിൽ ആ സ്ട്രെസ്സ് പുറത്തേക്ക് റെഡ്യൂസ്ഡ് ആയി പോകും. ഇനി അടുത്ത മെത്തേഡ് ഓഫ് പ്രീസ്ട്രസ്സിങ്. ഏതൊക്കെ ടൈപ്പിലാണ് പ്രീസ്ട്രസ്ഡ് കോൺക്രീറ്റിനെ ക്ലാസിഫൈ ചെയ്തേക്കുന്നത്? എക്സ്റ്റേണൽ ഓർ ഇൻറ്റേർണൽ പ്രീസ്ട്രസ്സിങ്, പ്രീ ടെൻഷനിങ് ഓർ പോസ്റ്റ് ടെൻഷനിങ്, ലീനിയർ ഓർ സർക്കുലർ പ്രീസ്ട്രസ്സിങ്, ഫുൾ, ലിമിറ്റഡ് ഓർ പാർഷ്യൽ പ്രീസ്ട്രസ്സിങ്. അപ്പോൾ ഫസ്റ്റ് വൺ എക്സ്റ്റേണൽ പ്രീസ്ട്രസ്സിങ്. When the prestressing is achieved by providing elements outside the concrete, it is called external prestressing. The tendons are provided outside the member. അപ്പോൾ പ്രീസ്ട്രസ്സിങ് ഡിവൈസുകൾ നമ്മുടെ കോൺക്രീറ്റ് എലമെൻറ്റിൻ്റെ പുറത്താണ് പ്ലേസ് ചെയ്തേക്കുന്നതെങ്കിൽ, അപ്പോൾ പ്രീസ്ട്രസ് നമ്മുടെ ഏതെങ്കിലും ഒരു കോൺക്രീറ്റ് മെമ്പറിനെ ആയിരിക്കും പ്രീസ്ട്രസ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ നമ്മുടെ ഈ പ്രീസ്ട്രസ്സിങ് പ്രൊവൈഡ് ചെയ്യുന്ന എലമെൻറ്റ്സ്, കമ്പികളെല്ലാം പുറത്താണ് പ്രൊവൈഡ് ചെയ്തേക്കുന്നതെങ്കിൽ, അതായത് അതിനകത്ത് ഉപയോഗിക്കുന്ന ടെൻഡൻസ് ഔട്ട്സൈഡ് ദ മെമ്പർ ആണെങ്കിൽ അതിനെ എക്സ്റ്റേണൽ പ്രീസ്ട്രസ്സിങ് എന്ന് പറയാം. In this method, the prestressing is done by adjusting the external reaction. ഇപ്പോൾ ഇവിടെ നമ്മൾ പ്രീസ്ട്രസ്സിങ് പ്രൊവൈഡ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, ഒരു ബീം എടുത്താൽ അതിൻ്റെ സപ്പോർട്ട് കണ്ടീഷൻ അനുസരിച്ച് സപ്പോർട്ട് റിയാക്ഷൻസ് ഉണ്ട്. ഈ സപ്പോർട്ട് റിയാക്ഷനെ നമ്മൾ നോർമലി കൊടുക്കാതെ പല ഡയറക്ഷനിലും ചേഞ്ച് ചെയ്തിട്ടാണ് പ്രീസ്ട്രസ്സിങ് ഇൻഡ്യൂസ് ചെയ്യുന്നത്. ദിസ് ടെക്നിക്ക് ഈസ് അഡോപ്റ്റഡ് ഇൻ ബ്രിഡ്ജസ് ആൻഡ് സ്ട്രൈറ്റനിങ് ഓഫ് ബിൽഡിങ്സ്. ഇപ്പോൾ ഈ ടെക്നിക്ക് ഉപയോഗിക്കുന്നത് നമ്മൾ ബ്രിഡ്ജസിൽ പ്രീസ്ട്രസ്സിങ് ഇൻഡ്യൂസ് ചെയ്യാറുണ്ട്. അതേപോലെ ഈ ബിൽഡിങ്ങിനെയൊക്കെ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാറുണ്ട്. ഇതാണ് അതിൻ്റെ ഒരു എക്സാമ്പിൾ. ഇവിടെ ഈ കോൺക്രീറ്റ് എലമെൻറ്റിൻ്റെ പുറത്തു കൂടിയിട്ടാണ് നമ്മൾ കമ്പി പ്രൊവൈഡ് ചെയ്യുന്നത്. അതൊരു പർട്ടിക്കുലർ ആംഗിളിൽ നമ്മൾ ടെൻഷൻ ചെയ്യുമ്പോൾ, അതിനകത്തേക്ക് ഫിക്സ് ചെയ്ത് ടെൻഷൻ ചെയ്യുമ്പോൾ നമ്മൾ അതിനകത്തേക്ക് പ്രീസ്ട്രസ്സിങ് ഇൻഡ്യൂസ് ചെയ്യും. അടുത്തത് ഇൻറ്റേർണൽ പ്രീസ്ട്രസ്സിങ്. When the prestressing is achieved by providing prestressing elements inside the concrete member, it is internal prestressing. അപ്പോൾ ഒരു കോൺക്രീറ്റ് മെമ്പറിൻ്റെ അകത്തുകൂടിയാണ് പ്രീസ്ട്രസ്സിങ് ടെൻഡൻ കമ്പികളൊക്കെ പ്രൊവൈഡ് ചെയ്ത് ടെൻഷൻ ചെയ്യുന്നതെങ്കിൽ അതിനെ ഇൻറ്റേർണൽ പ്രീസ്ട്രസ്സിങ് എന്ന് പറയും. മോസ്റ്റ് ഓഫ് ദ ആപ്ലിക്കേഷൻ ഓഫ് പ്രീസ്ട്രസ്സിങ് ആർ ഇൻറ്റേർണൽ പ്രീസ്ട്രസ്സിങ്. ഒരുപാട് മെജോറിറ്റി പ്രീസ്ട്രസ്സിങ് എല്ലാം ഇൻറ്റേർണൽ പ്രീസ്ട്രസ്സിങ് വഴിയാണ് നമ്മൾ ചെയ്യുന്നത്. ഇൻ ദ സിസ്റ്റം ദ പ്രീസ്ട്രസ്സിങ് ഫോഴ്സ് ഈസ് അപ്ലൈഡ് ടു ഹൈ ടെൻസൈൽ സ്റ്റീൽ, ദാറ്റ് ഈസ് the steel reinforcement. It induced the internal compressive strength in the concrete. ഇപ്പോൾ ഇൻറ്റേർണൽ പ്രീസ്ട്രസ്സിങ്ങിൽ നമ്മളൊരു ഹൈ സ്ട്രെങ്ത്, ഹൈ ടെൻസൈൽ സ്റ്റീൽ ഉപയോഗിച്ചിട്ടാണ് കോൺക്രീറ്റിൻ്റെ അകത്ത് നമ്മൾ ടെൻസൈൽ സ്ട്രെസ് ഇൻഡ്യൂസ് ചെയ്യുന്നത്. ഇനി ഇൻറ്റേർണൽ പ്രീസ്ട്രസ്സിങ് നമുക്ക് ഫർദർ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. അതാണ് പ്രീ ടെൻഷനിങ്ങും പോസ്റ്റ് ടെൻഷനിങ്ങും. ഇതാണ് നമുക്ക് സിലബസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കവർ ചെയ്യാൻ വേണ്ടി മെൻഷൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്താണ് പ്രീ ടെൻഷനിങ്, എന്താണ് പോസ്റ്റ് ടെൻഷനിങ്? ഈ വാക്കിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും പ്രീ ആൻഡ് പോസ്റ്റ്. അപ്പോൾ കോൺക്രീറ്റ് സ്ട്രെങ്ത് അറ്റൈൻ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ കമ്പിയെ ടെൻഷൻ ചെയ്യുവാണെങ്കിൽ അതിനെ പ്രീ ടെൻഷനിങ് എന്ന് പറയും. ഇനി കോൺക്രീറ്റ് അതിൻ്റെ ഫുൾ സ്ട്രെങ്ത് അറ്റൈൻ ചെയ്തതിന് ശേഷമാണ് നമ്മൾ കമ്പിയെ ടെൻഷൻ ചെയ്യുന്നതെങ്കിൽ അതിനെ പോസ്റ്റ് ടെൻഷനിങ് എന്ന് പറയും. ഓക്കെ, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് വൺ, പ്രീ ടെൻഷനിങ്.
In pre-tensioning, the steel tendons are tensioned before the concrete is cast. കോൺക്രീറ്റ് കാസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ്, അതായത് കോൺക്രീറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ അതിനുപയോഗിക്കാനുള്ള കമ്പിയെ ടെൻഷൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. The tendons are temporarily anchored against some abutments and then cut or release after the concrete has been placed or hardened. അപ്പോൾ കോൺക്രീറ്റ് കാസ്റ്റ് ചെയ്യുന്നതിന് മുമ്പേ നമ്മളൊരു പർട്ടിക്കുലർ പൊസിഷനിൽ കമ്പിയെ വലിച്ച് ആങ്കർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഇനി അതിൻ്റെ അകത്ത് നമ്മൾ കോൺക്രീറ്റ് കാസ്റ്റ് ചെയ്തതിന് കോൺക്രീറ്റ് ഫുൾ സ്ട്രെങ്ത് അറ്റൈൻ ചെയ്യുമ്പോൾ കമ്പീനെ നമ്മൾ റിലീസ് ചെയ്യും. അങ്ങനെയാണ് ഇതിൻ്റെ അകത്തേക്ക് ടെൻസൈൽ സ്ട്രെസ് ഇൻഡ്യൂസ് ചെയ്യുന്നത്. ഇതാണ് അതിൻ്റെ ഒരു ഫിഗർ. അപ്പോൾ ഇവിടെ ഒരു ബെഡാണ്. ആദ്യം നമ്മൾ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു കമ്പിയെ രണ്ടറ്റത്തും വെച്ച് ആദ്യം ഒരറ്റത്തെ ആങ്കർ ചെയ്യും, അടുത്ത അറ്റത്ത് ജാക്ക് വെച്ചിട്ട് നമ്മളിതിനെ മാക്സിമം വലിച്ച് ടെൻഷൻ ചെയ്ത് വെക്കും. അപ്പോൾ കമ്പിയെ നമ്മൾ ആദ്യം ടെൻഷൻ ചെയ്ത് വെച്ചു. ഇനി ഈ ടെൻഷൻ ചെയ്ത കമ്പിയിലെ പർട്ടിക്കുലർ പൊസിഷനിൽ നമുക്ക് ആവശ്യമുള്ള കോൺക്രീറ്റ് ബീമുകൾ നമ്മൾ കാസ്റ്റ് ചെയ്യും. ഇനി കാസ്റ്റ് ചെയ്ത ഉടനെ നമ്മൾ ഈ കമ്പിയെ റിലീസ് ചെയ്യില്ല. കോൺക്രീറ്റ് നമുക്കറിയാം 28 ദിവസമൊക്കെ ക്യൂർ ചെയ്ത് ടെൻഷൻ ചെയ്തു. അപ്പോൾ ഇവിടെ തന്നെ വെച്ച് നമ്മൾ കോൺക്രീറ്റിനെ ക്യൂറൊക്കെ ചെയ്ത് 28 ദിവസം കഴിയുമ്പോൾ സ്ട്രെങ്ത് അറ്റൈൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, ഈ കമ്പിയെ റിലീസ് ചെയ്യും. ഇവിടെ വെച്ച് നമ്മളിതിനെ പൊട്ടിച്ചു കളയും. അപ്പോൾ എന്താണ്, ഈ ഓരോ കോൺക്രീറ്റ് മെമ്പറിലേക്കും ഈ കമ്പി സ്ട്രെസ് പ്രൊവൈഡ് ചെയ്യും. In prestressing, the tension is applied to the tendons before casting the concrete of any structure. അപ്പോൾ പ്രീ ടെൻഷനിങ്ങിൻ്റെ അകത്ത് നമ്മൾ കോൺക്രീറ്റ് കാസ്റ്റ് ചെയ്യുന്നതിന് മുമ്പേ നമ്മൾ ടെൻഡൻ്റെ അകത്ത് സ്ട്രെസ് ഇൻഡ്യൂസ് ചെയ്യും. ദ പ്രീ കംപ്രഷൻ ഈസ് ട്രാൻസ്മിറ്റഡ് ഫ്രം സ്റ്റീൽ ടു കോൺക്രീറ്റ് ത്രൂ എ ബോണ്ട് ഓവർ ദ ട്രാൻസ്മിഷൻ ലെങ്ത് നിയർ ദ എൻഡ്. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ സ്ട്രെസ് ചെയ്ത് വെച്ചേക്കുന്ന കമ്പിയിൽ നിന്ന് നമ്മൾ കോൺക്രീറ്റിലേക്ക് ഈ പ്രീ കംപ്രഷനെ ട്രാൻസ്ഫർ ചെയ്യും. എങ്ങനെ, ആ കമ്പിയുടെയും കോൺക്രീറ്റിൻ്റെയും ബോണ്ട് അത് തമ്മിലൊരു അറ്റാച്ച്മെൻ്റ് ഉണ്ടല്ലോ കോൺക്രീറ്റ് സ്ട്രെങ്ത് അറ്റൈൻ ചെയ്ത് കഴിയുമ്പോൾ, അതുവഴിയാണ് ഈ പ്രീസ്ട്രസ്ഡ് ഫോഴ്സ് ഫുള്ളായിട്ട് ട്രാൻസ്ഫർ ചെയ്ത് പോകുന്നത്. അപ്പോൾ ഇത് അതിൻ്റെ ഒരു നമുക്ക് പഠിക്കേണ്ട ഒരു ഫിഗറാണ്. അപ്പോൾ ആദ്യം തന്നെ ഇതാണ് നമ്മുടെ കോൺക്രീറ്റ് ബെഡ്. നമ്മൾ എവിടെയാണോ കോൺക്രീറ്റ് കാസ്റ്റ് ചെയ്യാൻ പോകുന്നത് അവിടെ ഇതുപോലത്തെ ഒരു കോൺക്രീറ്റ് ബെഡ് ഉണ്ടാവും. അതിൻ്റെ അകത്ത് എന്ത് ചെയ്യും, ആദ്യം തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള ടെൻഡൻ നമ്മൾ എന്ത് ചെയ്യും, ഒരറ്റത്ത് ആങ്കർ ചെയ്ത് വെക്കും, മറ്റേ അറ്റത്ത് ഒരു ജാക്ക് ഉപയോഗിച്ച് ഇതിനെ വലിച്ച് എക്സ്റ്റെൻഡ് ചെയ്ത് വെക്കും. ഇനി എന്ത് ചെയ്യും, ഈ എക്സ്റ്റെൻഡ് ചെയ്ത് വെച്ചേക്കുന്ന കമ്പിയുടെ അകത്തേക്ക് നമ്മൾ കോൺക്രീറ്റ് കാസ്റ്റ് ചെയ്യും. ഓക്കെ, കോൺക്രീറ്റ് കാസ്റ്റ് ചെയ്തതിന് ശേഷം കോൺക്രീറ്റ് ഫുള്ള് സ്ട്രെങ്ത് അറ്റൈൻ ചെയ്തു എന്ന് ഉറപ്പ് വരുത്തി കഴിയുമ്പോൾ ഈ രണ്ടറ്റത്തുള്ള കമ്പി നമ്മൾ കട്ട് ചെയ്ത് കളയും. അപ്പോൾ എന്താണ്, കോൺക്രീറ്റ് സെറ്റായി പോയതുകൊണ്ട് ഈ കമ്പി അതിൻ്റെ പൊസിഷനിൽ തന്നെ റീറ്റെയിൻ ചെയ്തിരിക്കും. അപ്പോൾ കമ്പിക്ക് എന്താണ്, അകത്തേക്ക് വലിയാനുള്ളൊരു ടെൻഡൻസി ഉണ്ട്, പക്ഷേ കോൺക്രീറ്റ് സ്ട്രെങ്ത് അറ്റൈൻ ചെയ്തുകൊണ്ട് ആ സ്ട്രെസ് മുഴുവൻ കോൺക്രീറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അപ്പോൾ അതിനെയാണ് പ്രീസ്ട്രസിങ് എന്ന് പറയുന്നത്. ഇതാണ് അതിൻ്റെ പ്രാക്ടിക്കൽ അപ്ലിക്കേഷൻ. നമ്മൾ സൈറ്റിലൊക്കെ ചെയ്യുന്നത് ഇതുപോലെ കോൺക്രീറ്റ് കാസ്റ്റ് ചെയ്യുന്നതിന് മുമ്പേ കമ്പികളൊക്കെ ടെൻഷൻ ചെയ്ത് വെക്കും. ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ കോൺക്രീറ്റ് കാസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കമ്പിയെ റിലീസ് ചെയ്യും. അടുത്തത് പോസ്റ്റ് ടെൻഷനിങ്. ഇൻ പോസ്റ്റ് ടെൻഷനിങ്, ദ ടെൻഷൻ ഈസ് അപ്ലൈഡ് ടു ദ ടെൻഡൻസ് വിച്ച് ആർ ലൊക്കേറ്റഡ് in a duct after achieving the desired strength of concrete. The pre-compression is transferred from steel to concrete by the anchorage device. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ കോൺക്രീറ്റ് കാസ്റ്റ് ചെയ്യും. കോൺക്രീറ്റ് ഫുള്ള് കാസ്റ്റ് ചെയ്തു. ഇനി കാസ്റ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ ഇതിൻ്റെ അകത്തൊരു ഡക്റ്റ് പ്രൊവൈഡ് ചെയ്യും. ഡക്റ്റ് എന്ന് വെച്ചാൽ ചെറിയൊരു ഹോൾ ഇട്ട് വെച്ചിട്ടുണ്ടാവും. അതായത് നമ്മളിപ്പോൾ കോൺക്രീറ്റിൻ്റെ അകത്തൊരു പൈപ്പ് വെച്ചിട്ട് ഒരു ഹോൾ പ്രൊവൈഡ് ചെയ്ത് വെക്കും. എന്തിനാണെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്താണ് നമുക്ക് കമ്പി ഇട്ട് ടെൻഷൻ ചെയ്യാനുള്ളത്. അപ്പോൾ കോൺക്രീറ്റ് കാസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മളൊരു ഡക്റ്റ് ഇടും. ഡക്റ്റിൻ്റെ അകത്ത് നമ്മളൊരു ഹോളിട്ട് വെച്ചേക്കും. അതിനുശേഷം കോൺക്രീറ്റ് ഫുൾ സ്ട്രെങ്ത് അറ്റൈൻ ചെയ്ത് കഴിയുമ്പോൾ ഈ ഡക്റ്റിൻ്റെ അകത്തുകൂടി നമ്മുടെ കേബിൾ ഇടും. ഈ കേബിളിനെ നമ്മൾ മാക്സിമം വലിക്കും, രണ്ടറ്റത്തും ടെൻഷൻ ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, ഇവിടെയും അതിനെ ആങ്കർ ചെയ്ത് വെക്കും. അപ്പോൾ എന്താണ്, ഈ ആങ്കർ വഴിയാണ് ഇതിൻ്റെ അകത്തേക്ക് ഈ പ്രീ ടെൻഷനിങ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഇൻ പോസ്റ്റ് ടെൻഷനിങ്, the steel tendons are tensioned after the concrete has been cast and hardened. അപ്പോൾ ഈ രീതിയിൽ കോൺക്രീറ്റ് കാസ്റ്റ് ചെയ്ത് അതിൻ്റെ ഫുൾ ഹാർഡ്നെസ് വന്നതിന് ശേഷം മാത്രമേ നമ്മൾ സ്റ്റീൽ ടെൻഡൻസിനെ ടെൻഷൻ ചെയ്യുന്നുള്ളൂ. The post tensioning is performed by two main operations. The tensioning the steel wires or strands by hydraulic jack that stretch the strands while bearing against the end of the member, and then placing the jack by permanent anchorages that bear on the member and maintain the steel strand in the tension. Okay, അപ്പോൾ ഇത് നമുക്കൊരു ഫിഗർ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. In post tensioning process, the steel tendons are placed in the formwork before the concrete is cast, and the tendons are prevented from bonding to concrete by waterproof paper wrapping
ഓർ എ മെറ്റൽ ഡക്റ്റ്. ഈ രീതിയിൽ നമുക്ക് നോക്കാം. ഇവിടെ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോൺക്രീറ്റ് ആദ്യമേ കാസ്റ്റ് ചെയ്തു. ഈ കോൺക്രീറ്റ് കാസ്റ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ ഇതിൻ്റെ അകത്തൊരു ഡക്റ്റ് പ്രൊവൈഡ് ചെയ്യും. ഡക്റ്റ് എന്ന് വെച്ചാൽ ഒരു ഹോൾ, പൈപ്പ് വെച്ചിട്ട് നമ്മളൊരു ഹോളിട്ട് വെച്ചേക്കും. ഇനി കോൺക്രീറ്റ് സ്ട്രെങ്ത് അറ്റൈൻ ചെയ്തതിന് ശേഷം ഈ രീതിയിൽ നമ്മൾ ഒരു കോൺക്രീറ്റ് കാസ്റ്റ് ചെയ്തു. കോൺക്രീറ്റിൻ്റെ അകത്ത് ഒരു ഡക്റ്റ് കമ്പിയിടാനായിട്ടുള്ള ഒരു കുഴി അല്ലെങ്കിൽ ഹോൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാകും. ഈ ഡക്റ്റിൻ്റെ അകത്തേക്ക് നമ്മുടെ ടെൻഡൻ ബാർ കടത്തി വിടുക. ഈ കടത്തിവിട്ട ബാറിനെ നമ്മൾ എന്ത് ചെയ്യും, രണ്ടറ്റത്തും ജാക്ക് ഉപയോഗിച്ചിട്ട് നല്ല രീതിയിൽ ടെൻഷൻ ചെയ്യും. നല്ല രീതിയിൽ വലിച്ച് നമുക്ക് റിക്വയർഡ് എമൗണ്ട് ഓഫ് ടെൻഷൻ കിട്ടിക്കഴിയുമ്പോൾ അതിന് റിലീസ് ചെയ്യുന്നതിന് മുമ്പ് നമ്മളതിനെ ഒരു ആങ്കർ ഉപയോഗിച്ച് രണ്ടറ്റത്തും ടാഗ് ചെയ്ത് നിർത്തും. എന്നിട്ട് ഈ കമ്പീനെ കട്ട് ചെയ്യും. കട്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ഈ കമ്പിയുടെ സ്ട്രെസ് ഈ ആങ്കറേജ് വഴി ഈ കോൺക്രീറ്റിലേക്ക് ട്രാൻസ്ഫർ ആവും. ഈ രീതിയിലാണ് പോസ്റ്റ് ടെൻഷനിങ് ചെയ്യുന്നത്. ഇൻ ദിസ് മെത്തേഡ് ദ കോൺക്രീറ്റ് ഹാസ് ഓൾറെഡി സെറ്റ് ബട്ട് ഹാസ് ഡക്റ്റ് കാസ്റ്റ് ഇൻ ഇറ്റ്. അപ്പോൾ ഈ രീതിയിൽ കോൺക്രീറ്റ് കാസ്റ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ അകത്ത് നമ്മളൊരു ഡക്റ്റ് കാസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ദ സ്ട്രാൻഡ് ഓർ ടെൻഡൻസ് ആർ ഫെഡ് ത്രൂ ദ ഡക്റ്റ്. അപ്പോൾ നമ്മൾ സ്റ്റേജ് 1 ഈ ഡക്റ്റ് വഴി നമ്മുടെ സ്ട്രാൻഡ് അല്ലെങ്കിൽ ടെൻഡൻ കമ്പിയെ അകത്തേക്ക് കടത്തി വിടും. ദെൻ ടെൻഷൻ ചെയ്യും. രണ്ടാമത്തെ സ്റ്റേജിൽ ആ കടത്തിവിട്ട കമ്പിയെ നമ്മൾ നല്ല രീതിയിൽ ടെൻഷൻ ചെയ്യും. ഈ ടെൻഷൻ ചെയ്ത കമ്പി എന്ത് ചെയ്യും, നമ്മൾ രണ്ടറ്റത്തും കോൺക്രീറ്റിൻ്റെ അകത്തേക്ക് ആങ്കർ ചെയ്ത് പിടിപ്പിക്കും. ഇതൊക്കെ ഒരു പോസ്റ്റ് ടെൻഷനിങ് മെമ്പറാണ്. അതായത് നമുക്ക് ബ്രിഡ്ജിൻ്റെയൊക്കെ കൺസ്ട്രക്ഷൻ ഇതുപോലത്തെ ഒരു ഹെവി മെമ്പേഴ്സ് കാണാൻ പറ്റും. അതിൻ്റെ അകത്ത് കമ്പി ഇട്ട് ടെൻഷൻ ചെയ്ത് ആങ്കർ ചെയ്യുന്നതിൻ്റെ ഒരു സ്റ്റെപ്പാണ് ഈ കാണിക്കുന്നത്. ഇനി അഡ്വാൻറ്റേജ് ഓഫ് പ്രീസ്ട്രെസ്ഡ് കോൺക്രീറ്റ്. എന്തൊക്കെയാണ് പ്രീസ്ട്രെസ്ഡ് കോൺക്രീറ്റിൻ്റെ അഡ്വാൻറ്റേജ്? ദ റീഇൻഫോഴ്സ്മെൻറ്റ് ഓഫ് ദ കോൺക്രീറ്റ് യൂസിങ് എക്സസീവ് ടെൻസൈൽ സ്റ്റീൽ ഇംപ്രൂവ്സ് ദ എഫക്റ്റീവ്നെസ് ഓഫ് ദ മെറ്റീരിയൽ. അപ്പോൾ ഹൈ ടെൻസൈൽ സ്റ്റീൽ ഉപയോഗിക്കുന്നത് തന്നെ ആ മെറ്റീരിയലിൻ്റെ എഫക്റ്റീവ്നെസ്, അതായത് ചെറിയ സൈസിൽ മാക്സിമം ലോഡ് ക്യാരിയിങ് കപ്പാസിറ്റി നമുക്ക് അതിൻ്റെ അകത്ത് അച്ചീവ് ചെയ്യാൻ പറ്റും. ദ പ്രീസ്ട്രെസിംഗ് സിസ്റ്റം വർക്ക്സ് ഫോർ എ സ്പാൻ ഗ്രേറ്റർ ദാൻ 35 മീറ്റർ. അപ്പോൾ 35 മീറ്ററിന് മുകളിലുള്ള ഒരു സിംഗിൾ സ്പാനിൽ നമുക്ക് ഈ പ്രീസ്ട്രെസിംഗ് സിസ്റ്റത്തിനെ പ്ലേസ് ചെയ്യാം. അത്രയും വലിയ കോൺക്രീറ്റ് നമുക്ക് കാസ്റ്റ് ചെയ്തെടുക്കാം. ദ പ്രീസ്ട്രെസിംഗ് വിൽ ഇൻക്രീസ് ദ ഷിയർ സ്ട്രെങ്ത് ആൻഡ് എക്സോഷൻ റെസിസ്റ്റൻസ് ഓഫ് കോൺക്രീറ്റ്. അപ്പോൾ ഷിയർ സ്ട്രെങ്ത്തും എക്സോഷൻ റെസിസ്റ്റൻസും നമുക്ക് കോൺക്രീറ്റിന് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ഡെൻസ് കോൺക്രീറ്റ് ഈസ് പ്രൊവൈഡഡ് ബൈ എ പ്രീസ്ട്രെസിംഗ് സിസ്റ്റം ദെയർ ബൈ ബെറ്റർ ഡ്യൂറബിലിറ്റി. നല്ല ഡെൻസ് ആയിട്ടുള്ള പ്രീസ്ട്രെസിംഗ് സിസ്റ്റം കോൺക്രീറ്റാണ് നമ്മൾ കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ആ സ്ട്രക്ചറിൻ്റെ ഡ്യൂറബിലിറ്റി നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആയിട്ടുണ്ടാകും. ദ ബെസ്റ്റ് ചോയ്സ് ഫോർ കൺസ്ട്രക്റ്റിംഗ് സ്മൂത്ത് ആൻഡ് തിൻ ബിൽഡിംഗ്. അപ്പോൾ വളരെ സ്മൂത്തും തിന്നായിട്ടുള്ള ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് ഏറ്റവും ബെസ്റ്റ് ടെക്നിക്കാണ്. ഇപ്പോൾ നിങ്ങൾ മാളിലൊക്കെ പോകുമ്പോൾ ഏറ്റവും കാണാൻ പറ്റുന്നതാണ് അണ്ടർഗ്രൗണ്ട് പാർക്കിങ്ങിൽ വളരെ സൈസ് കൂടിയ കോളം. എന്തുകൊണ്ടാണ് സൈസ് കൂടിയ കോളം ഉപയോഗിക്കുന്നത്? നമുക്ക് എത്രത്തോളം ലോഡ് ക്യാരിയിങ് കപ്പാസിറ്റി കൂട്ടണോ അത്രത്തോളം നമുക്ക് കോൺക്രീറ്റിൻ്റെ സൈസ് കൂട്ടേണ്ടി വരും. നേരെ മറിച്ച് നമ്മൾ പ്രീസ്ട്രെസിങ് ഉപയോഗിക്കുകയാണെങ്കിൽ കോളം സൈസ് റെഡ്യൂസ് ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ അകത്ത് ഉപയോഗിക്കുന്ന പ്രീസ്ട്രെസിങ് ടെൻഡനെ മാക്സിമം ടെൻഷൻ ചെയ്താൽ ഇതേ ലോഡ് ക്യാരിയിങ് കപ്പാസിറ്റി നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. പ്രീസ്ട്രെസിങ് ഹെൽപ്സ് ടു റെഡ്യൂസ് യൂസ്ലെസ് ലോഡ് ഓഫ് കോൺക്രീറ്റ് കൺസ്ട്രക്ഷൻ. അപ്പോൾ യൂസ്ലെസ് ആയിട്ടുള്ള കോൺക്രീറ്റ് ലോഡുകളൊക്കെ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. പ്രീസ്ട്രെസ്ഡ് കോൺക്രീറ്റ് റിമെയിൻസ് അൺകൺട്രോൾഡ് ഈവൻ ബിലോ സർവീസ് ലോഡ് കണ്ടീഷൻ വിച്ച് പ്രൂവ്സ് സ്ട്രക്ചറൽ എഫിഷ്യൻസി. അപ്പോൾ നമുക്ക് പ്രീസ്ട്രെസ്ഡ് ലോഡ് ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് സ്ട്രക്ചറൽ എഫിഷ്യൻസി നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. കോമ്പോസിറ്റ് കൺസ്ട്രക്ഷൻ യൂസിങ് ദിസ് കോൺക്രീറ്റ് യൂണിറ്റ് ആൻഡ് കാസ്റ്റ് ഇൻ സിറ്റു അച്ചീവ് എക്കണോമിക് സ്ട്രക്ചർ. അപ്പോൾ നമുക്ക് കോമ്പോസിറ്റ് സ്ട്രക്ചർ, ഒന്നും കൂടുതൽ മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടുള്ള കോമ്പോസിറ്റ് സ്ട്രക്ചർ ഈ കോൺക്രീറ്റ് യൂണിറ്റ്സ് വെച്ച് കൺസ്ട്രക്ട് ചെയ്യാം. അതേപോലെ ഇത് കാസ്റ്റ് ഇൻ സിറ്റി യൂണിറ്റാണ്. അതായത് സൈറ്റിൽ വെച്ചിട്ടാണ് നമ്മളിതിനെ കാസ്റ്റ് ചെയ്തുകൊണ്ട് വരുന്നത്. എന്നിട്ട് നമ്മൾ സൈറ്റിൽ കൊണ്ടുവന്നിട്ട് ഇതിനെ അസംബിൾ ചെയ്യുകയോ അല്ലെങ്കിൽ ടെൻഷൻ ചെയ്യുകയൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് എക്കണോമിക്കാണ്. അതായത് നമുക്ക് പെട്ടെന്ന് കൺസ്ട്രക്ഷൻ പോസിബിളാണ്. ഒരുപാട് റോഡൊന്നും ബ്ലോക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി പ്രീസ്ട്രെസ് കോൺക്രീറ്റിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ദ കോൺക്രീറ്റ് ഹാസ് ഹൈ മെറ്റീരിയൽ കോസ്റ്റ്. നമ്മൾ ഹൈ ടെൻസൈൽ സ്റ്റീലാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ മെറ്റീരിയൽ കോസ്റ്റ് വളരെ കൂടുതലാണ്. ഇനി സാധാ ഫോം വർക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല. പ്രീസ്ട്രെസ്ഡ് കോൺക്രീറ്റിന് ഫോം വർക്ക് എക്സ്ട്രാ കോംപ്ലിക്കേറ്റഡ് ആണ്. ടെൻഷൻ ചെയ്യാനൊക്കെ ആയിട്ട് എക്സ്ട്രാ കോംപ്ലിക്കേറ്റഡ് ആണ്. അതുപോലെ 1-2 ഡിസഡ്വാൻറ്റേജ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്കിൽഡ് ആയിട്ടുള്ള ലേബേഴ്സ് ആവശ്യമുണ്ട്. അതുപോലെ കൂടുതലും ഫാക്ടറി മെയ്ഡ് കോൺക്രീറ്റ് ആണ്. നമുക്ക് സൈറ്റിൽ കൊണ്ടുവന്ന് പ്രീ ടെൻഷനിങ് ഒക്കെ ചെയ്യുക എന്നുള്ളത് വളരെ പാടാണ്.
അതുപോലെ ഹെവി എക്യുപ്മെൻറ്റ്സ് ഒക്കെ നമുക്ക് ആവശ്യമുണ്ട് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ. ഇതെല്ലാം നമുക്ക് പ്രീസ്ട്രെസ്ഡ് കോൺക്രീറ്റിൻ്റെ ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറയാം. ഇനി യൂസ് ഓഫ് പ്രീസ്ട്രെസ്ഡ് കോൺക്രീറ്റ്. In bridges, prestressed concrete is used to increase the potential span of bridge and to make the bridge more durable under moving traffic load. ഏറ്റവും കൂടുതൽ ഇത് യൂസ് ചെയ്യുന്ന ബ്രിഡ്ജസിലൊക്കെയാണ്. അപ്പോൾ ബ്രിഡ്ജസിലൊക്കെ നമുക്ക് ഒരുപാട് സ്പാനിലുള്ള കോൺക്രീറ്റ് കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടി ഈ ഒരു ടെക്നിക്ക് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഒരുപാട് ഡ്യൂറബിൾ ആയിട്ടുള്ള ബ്രിഡ്ജസ് നമുക്ക് കൺസ്ട്രക്ട് ചെയ്തെടുക്കാൻ പറ്റും. ദിസ് ടൈപ്പ് ഓഫ് കോൺക്രീറ്റ് ആർ യൂസ് ടു റെഡ്യൂസ് ഓവറോൾ വെയിറ്റ് ഓഫ് ദ ബിൽഡിംഗ്, ദസ് റെഡ്യൂസിങ് ദ സീസ്മിക് ഫോഴ്സ് ആൻഡ് മേക്കിംഗ് ദ ബിൽഡിംഗ് എക്കണോമിക്കൽ. അപ്പോൾ പ്രീസ്ട്രെസ്ഡ് കോൺക്രീറ്റ് ഉപയോഗിക്കുന്ന വഴി നമുക്ക് ബിൽഡിംഗ് സ്ട്രക്ചറൽ മെമ്പറിൻ്റെ സൈസ് റെഡ്യൂസ് ചെയ്യാം. അതായത് വലിയ സൈസിലുള്ള കോൺക്രീറ്റ് കാസ്റ്റ് ചെയ്യുന്നതിന് പകരം ചെറിയ ചെറിയ സൈസിലുള്ള കോൺക്രീറ്റുകളൊക്കെ കാസ്റ്റ് ചെയ്യാം. അതുകൊണ്ട് തന്നെ നമുക്ക് എർത്ത് ഫോഴ്സ് റെഡ്യൂസ് ചെയ്യാനും ബിൽഡിംഗ് വളരെ എക്കണോമിക്കലായിട്ട് മേക്ക് ചെയ്യാനും പറ്റും. ദീസ് സ്ലാബ്സ് ക്യാൻ ഓൾസോ സ്പാൻ ലാർജ് ഡിസ്റ്റൻസ് വിച്ച് ക്യാൻ റെഡ്യൂസ് ദ നമ്പർ ഓഫ് കോളംസ് ഇൻ ദ ബിൽഡിംഗ്. അപ്പോൾ ഇത് വലിയ സ്പാനിൽ നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. സാധാരണ നമ്മൾ ഒരു ബിൽഡിംഗ് എടുത്താൽ ഒരു 10-20 മീറ്ററൊക്കെ ആകുമ്പോൾ നമ്മൾ അടുത്ത കോളം സപ്പോർട്ട് കൊടുത്തിട്ടാണ് പിന്നെ സ്ലാബ് കണ്ടിന്യൂ ചെയ്യുന്നത്. അപ്പോൾ ഇത് പ്രീസ്ട്രെസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ലാർജർ സ്പാൻസിലുള്ള സ്ലാബ് കൺസ്ട്രക്ട് ചെയ്യാം. അതുകൊണ്ട് തന്നെ നമുക്ക് കോളംസ് ഉപയോഗിക്കുന്നത്, ഒരുപാട് കോളംസ് ഉപയോഗിക്കുന്നത് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ദേ ആർ യൂസ്ഡ് ഇൻ കൺസ്ട്രക്ഷൻ വർക്ക് സച്ചസ് ഫാക്ടറീസ് ആൻഡ് വെയർ ഹൗസസ്. ഇപ്പോൾ വെയർ ഹൗസസും ഫാക്ടറി കൺസ്ട്രക്ഷൻസൊക്കെ നമുക്ക് ഈ പ്രീസ്ട്രെസ്ഡ് കോൺക്രീറ്റ് യൂസ് ചെയ്യാം. ദേ ആർ ഡ്യൂറബിൾ ആൻഡ് ക്യാൻ ട്രാവൽ ഗ്രേറ്റ് ഡിസ്റ്റൻസ്. ഇത് നല്ല രീതിയിൽ ഡ്യൂറബിൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് എത്ര ഡിസ്റ്റൻസിലുള്ള സൈറ്റിലേക്ക് നമുക്ക് അതിനെ ഈസിലി ട്രാവൽ ചെയ്ത് എടുക്കാൻ പറ്റും, ക്രാക്സ് ഒന്നും കൂടാതെ. ഇത്രയാണ് നമുക്ക് പ്രീസ്ട്രെസ്ഡ് കോൺക്രീറ്റിൻ്റെ കണ്ടൻറ്റിൽ പഠിക്കാനായിട്ടുള്ളത്. ഓക്കെ, താങ്ക് യു.